അയ്യടെ കൊള്ളാല രണ്ടിന്റെ വിചാര രണ്ടും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാനൊന്നുമില്ലേ നിങ്ങൾക്ക്? എനിക്കൊന്നുമില്ല പഠിക്കാൻ. എനിക്കും ഇല്ല പഠിക്കാൻ. എടി നിന്റെ വിചാരം കൊള്ളല്ലോ. നിന്നോട് ഞാൻ പണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് കിടക്കരുതെന്ന്. എങ്കിൽ ആ ചുമരിന്റെ മേലെ കൊണ്ട് കാല് വെക്കടി, പോയിട്ട് ടെറസിന്റെ മേലെ കൊണ്ട് കാല് വെക്കി. എന്താ അവള് കാല് പരത്തിയിട്ട് കടക്കലാണ്. അമ്മയ്ക്ക് എന്താ ഞാൻ പരത്തിയിരിക്കണ മാത്രമേ കാണുള്ളൂ. അവൻ പരത്തിയിരിക്കണ്ടല്ലോ. അവന് നട പരത്തിയിട്ടല്ലേ ഇരിക്കണത്. നീ തർക്കുത്തരം പറയണ്ട കേട്ടാ. അല്ല പിന്നെ എന്താ ചെറുക്ക ഇങ്ങനെ നട പരത്തിയിട്ട് നിന്റെ സുട്ടാമണി ചതഞ്ഞു പോകും. നല്ലപോലെ ഇരിക്കടാ. അമ്മന്റെ ഒരു കോമഡി അത് പൊളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ നല്ലപോലെ അടങ്ങിയിരിക്കടി. ഓലെ കാല് പരത്താണ്ട് കടക്ക്. എന്താ ചെക്ക മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ നിന്റെ സുട്ടാമണി ചതയും. നീ പോടി പ്രാന്തി. അമ്മ നോക്ക്, മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ രണ്ടിനും കിട്ടും നല്ല അടി. നെക്സ്റ്റ് വീഡിയോ. ഓ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റ് 24 മണിക്കൂർ ആ പൂച്ചക്കുട്ടിനെ ഇങ്ങനെ മാന്തി കൊണ്ടിരുന്നോട്ടാ. അമ്മയ്ക്കെന്താ എന്താന്നോ? നിങ്ങൾ ആരെങ്കിലും ഇതിനെ നോക്കുക സ്നേഹിക്കുക ചെയ്യുന്നുണ്ടോ? ഞാൻ മാത്രമല്ല ഇതിനെ നോക്കും ഇതിന് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അമ്മ ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എങ്കിൽ ഞാൻ നോക്കട്ടെ ഇതിനെ. നീ വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യ്. നിനക്ക് പകരം ഞാൻ നോക്കാം. സ്കൂളിലേക്ക് നീ പോണ്ട, ഞാൻ പോകും സ്കൂളിലേക്കും. ഹായ് സ്കൂളിലേക്ക് പോണ്ടേ? സ്കൂളിലേക്ക് പോകണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തോളാം. അമ്മ പോയിക്കോ സ്കൂളിലേക്ക്. ഹായ് നല്ല തീരുമാനം, എനിക്കിഷ്ടപ്പെട്ടു. നീ ഇതും പറയും അപ്പുറം പറയും. നിന്റെ അച്ഛന്റെ അതേ സ്വഭാവമാണ്. അമ്മയല്ലേ പറഞ്ഞ അമ്മ സ്കൂളിൽ പോവാന്ന്, പിന്നെന്തിനാ എന്നെ പറയുന്നത്? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നിന്നോട് തർക്കിക്കാൻ നിന്നാലേ ഉച്ചയ്ക്ക് വായു മുഴുകേണ്ടി വരും. വായു മുഴുങ്ങ. ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കട്ടെ. നെക്സ്റ്റ്. അമ്മ ഇതെന്താ എനിക്ക് കുറച്ച് അവനിക്ക് കുറേ കൊടുത്തുക്കണേ? എന്താ മോളെ നീ എപ്പോഴും കുറേ തന്നാലും ബാക്കി വെക്കില്ലേ? അതുകൊണ്ട് അമ്മ കുറച്ച് തന്നത്. അല്ല അമ്മയ്ക്ക് അവനെ കുറച്ച് ഇഷ്ടം പുന്നാരിക്കല് കൂടുതലാണ്. ആടി എന്നെ അമ്മയ്ക്ക് കുറച്ച് ഇഷ്ടാടി. എന്താണ്ടി? അല്ലാത്രേ. അമ്മ അവൾക്ക് അത്ര കൊടുത്താൽ മതി. അമ്മ നീ മിണ്ടാതിരുന്ന് തിന്നോ. അയ്യോ നിനക്ക് കുറച്ച് കൂടുതൽ തന്നാ നീ സാധാരണ തിന്നുന്നത് കൊണ്ടാ, അല്ലാണ്ട് എന്റെ മോളിനോട് എനിക്ക് ഇഷ്ടം കുറഞ്ഞത് കൊണ്ടൊന്നല്ല. അമ്മയുടെ പൊന്നുമോള് കഴിക്കിട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ ഇനിയും കുറേ തരാം. അമ്മ ശരി. ഈ ചേട്ടന് ഇനി ചോറ് പാസ്ത കൊടുക്കാൻ പാടില്ല കേട്ടോ അമ്മ. ആ മോളെ ശരി. അമ്മയുടെ മോള് കഴിക്കട്ടോ. നീ എന്തിനാടാ ചേട്ടാ വെറുതെ പല്ലും കടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല എന്റെ അനിയത്തിക്കുട്ടിയേ. നെക്സ്റ്റ്. എന്താ എന്തിനാ എന്റെ ബാഗിൽ വന്ന് തൊട്ടിരിക്കണേ? എന്റെ ദൈവമേ ഒന്ന് തൊടാനും പാടൂലേ നിന്റെ ബാഗില്? ചേച്ചി ഒന്ന് റബ്ബർ ഞാൻ എടുത്തോട്ടെ, മായ്ക്കാനാണ്. ഓ പിന്നെ ഉണ്ട തരും ഞാൻ. ഉണ്ട എന്തൊരു സാധനാണിത്. നിനക്ക് റബ്ബർ തന്നാലേ നീ മായ്ച്ചിട്ട് കൊണ്ട് തരില്ല. പിന്നെ ഞാൻ നിന്റെ പിന്നാലെ നടക്കണം. അന്നാലെങ്കിലും തരൂ ചേച്ചി. അങ്ങനെ തരൂല. 2 ദിവസം പിന്നാലെ നടന്ന 3-ാമത്തെ ദിവസം തിന്ന് തീർക്കണല്ലേ നിന്റെ ജോലി. നെക്സ്റ്റ്. എന്താണ് ഞാൻ ഇവിടെ കിടക്കണം? എന്തേ ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ? എന്തിന് നിനക്ക് റൂമില്ലേ? അവിടെ പോയി കിടക്ക്. അവിടെ മുത്തശ്ശിയും കിടക്കണം. അമ്മ പറഞ്ഞ ചേച്ചിയുടെ കൂടെ കിടക്കാന്. എങ്കിൽ ചേച്ചി ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞോട്ടാ. അല്ല ഈ പാതിരാത്രി നീ ഈ ബാഗും തൂക്കിയിട്ട് എങ്ങോട്ടാ പോകുന്നേ? അതോ അതില് മിഠായി ഉണ്ട് ചേച്ചി അടിച്ചു മാറ്റിയല്ലോന്ന് വെച്ചിട്ട് ഞാൻ ബാഗിന്റെ ഉള്ളിൽ ഇട്ടിട്ട് എടുത്ത് വെച്ചിരിക്കേ. പിന്നെ ആർക്ക് വേണം നിന്റെ 1 രൂപന്റെ മിഠായി? ചേച്ചി എന്നോട് കിടത്തി ഞാൻ ഒരു മിഠായി ചേച്ചിക്ക് തരാം. ആണോ? എങ്കിൽ വാ വന്ന് കിടക്കുമോളെ. ഇതാ ചേച്ചി മിഠായി തിന്നോ. വേണ്ട നാളെ മതി. ഇനിയിപ്പോ മിഠായി തിന്നാലേ അമ്മ പല്ല് വീണ്ടും തേപ്പിക്കും. ശരി ഉറങ്ങിക്കോ നീ. ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോ. ഇത് കണ്ട എന്റെ കയ്യിലിരിക്കണ എന്താണെന്ന് അറിയോ? ഇതും കൊണ്ടൊക്കെ ചാന്തിക്കൊന്ന് തന്നമാരി ഇരിക്കും. സത്യം പറഞ്ഞു
നീ എടുത്തില്ലേ അമ്മുന്റെ നോട്ട്ബുക്ക്? സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇത് കറങ്ങണ പോലെ നിന്നെ ഞാൻ കറക്കും. അതമ്മ, എൻ്റെ നോട്ട്ബുക്കിന്റെ പേജ് തീർന്നപ്പോ ഞാൻ അവളുടെ നിന്ന് എടുത്തതാണ്. എടി ദ്രോഹി, നിന്നെ കൊണ്ടാരണ്ടേ എൻ്റെ നോട്ട്ബുക്ക് എടുക്കാൻ പറഞ്ഞ കള്ളത്തി. നീ മിണ്ടാണ്ടിരിക്കുക അവിടെ, ഞാനുണ്ട് അവളോട് ചോദിക്കാൻ. പിന്നെ എന്തിനാ ഇല്ലാന്ന് പറഞ്ഞത്? അത് ഈ പെണ്ണ് നോട്ട് വാങ്ങൂ, ഞാൻ അതിൽ കുറെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ നോട്ട് വാങ്ങിക്കൂടി, അത് എൻ്റെ നോട്ടടി. നീ എഴുതി തീർന്നാലും അത് എൻ്റെ നോട്ടടി, ഞാൻ വാങ്ങിക്കൂടി. സോറി അമ്മ. ഇനി മേലാൽ നുണ പറയോ നീ? ഇല്ല അമ്മ. അപ്പുറത്തിരിക്കുന്ന നിനക്കും അത് ബാധകമാണ് കേട്ടാ. അതിന് ഞാനൊന്നും എടുത്തില്ലല്ലോ, പിന്നെ എന്തിനു ഞാൻ എടുക്കൂല പറയുന്നത്? രണ്ടും കണക്കന്നെ. ഇനി മേലാൾക്ക് രണ്ടാളിനോട് പറയണേ, എന്തെങ്കിലും അവനവന്റെ സാധനം ഇല്ലാതെ എടുക്കാൻ പിടിക്കാൻ നിന്നാല് മാണ്ടടിച്ച് പൊളിക്കും ഞാൻ. Next video. അമ്മ, ആ പെണ്ണിനോട് പോയി ചോദിച്ചേ എന്റെ ബുക്ക് എടുത്തിട്ടുണ്ടോന്ന്. അവള് മറ്റും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ ഓടക്കോയിലും കൊണ്ട് എന്റെ ചന്തിക്ക് ഞാൻ അടിവെച്ച് തരും. അതിനവൾ എടുത്തിട്ടില്ലെങ്കിലല്ലേ എന്തായാലും എടുത്തിട്ടുണ്ടാവും ആ സാധനം. ശരി, ഞാൻ പോയി ചോദിക്കട്ടെ. വാ മോളെ. നീതു. ആ അമ്മ, ഞാൻ ഹാളിൽ ഇരിക്കുന്നുണ്ട്. എന്താണ്? നീ അമ്മൂന്റെ നോട്ട് ബുക്ക് എടുത്തോ? സത്യം പറഞ്ഞോ? ഞാനൊന്നും എടുത്തിട്ടില്ല. എനിക്കെന്തിനാ അവളുടെ നോട്ട് ബുക്ക്? എടി നുണച്ചി ചേച്ചി, നുണ പറയാൻ നിൽക്കണ്ട. സത്യം പറഞ്ഞോ, നീ എൻ്റെ നോട്ട് ബുക്ക് ഇന്നലെ അടിച്ചു മാറ്റിയില്ലേ? ഒന്ന് പോടി പെണ്ണേ, എനിക്കെന്തിനാ നിന്റെ നോട്ട് ബുക്ക്? ഇനി രണ്ടും പാടെ അടിയും വെക്കാനും കൂടണ്ട. രണ്ടെണ്ണത്തിന് ഓടക്കോലും കൊണ്ട് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. ഇനി സത്യം പറ, ആരെടുത്തത്? പറയ്. നീ എന്താ എൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നത്? എൻ്റെ മുമ്പിൽ കയറി നിൽക്ക്. അതിനമ്മ, എൻ്റെ നോട്ട്ബുക്കല്ലേ പോയത്, ചേച്ചിനോട് ചോദിക്ക്. നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി കേട്ടാ. അങ്ങോട്ട് നീങ്ങിയിരി, ഇത് നിന്റെ മാത്രം സോഫയല്ല, ഇത് എൻ്റെയും കൂടെ സോഫയാണ്. ഇനി മര്യാദക്ക് സത്യം പറഞ്ഞോ, നീ എടുത്താണ് ഇത്? Next video. അമ്മ ഈ പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ABCD ഫുള്ളായിട്ട് അമ്മയ്ക്ക് പറഞ്ഞ് കേൾപ്പിക്കണം, മനസ്സിലായോ? എങ്കിൽ വേഗം അമ്മയുടെ മോള് പഠിച്ചേ. ABCDEFGHIJ. എന്താണ്? KLMNIOQRSTUVWXYZ. ഇനി ചോദിക്കരുത് കേട്ടോ, നിനക്ക് കുറേ ദിവസമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. അതിനെന്തിനാ അറിയുന്നേ? പോട്ടെ, സാരല്ല. നല്ലപോലെ പഠിക്കട്ടോ അമ്മയുടെ മോള്. കള്ളിപ്പെണ്ണേ, കള്ളക്കരച്ചിലും കൊണ്ട് വന്നിക്കാണല്ലേ. അമ്മ, ഞാൻ പഠിച്ചു, പറയട്ടെ? പറഞ്ഞു കൊടുക്ക്, അവർക്ക് പറഞ്ഞു കൊടുക്ക്. വാവ്, അമ്മയുടെ മോളെ നല്ല രീതിക്ക് പറഞ്ഞല്ലോ, നല്ല കുട്ടി. Next video. അമ്മ. എന്താണ്? ഞാൻ ഇവിടെ ഉണ്ട് അടുക്കളയിൽ. എന്തേ? എന്റെ നോട്ട് ബുക്ക് കാണാനില്ലല്ലോ. അത് ശരി, ഞാനാ പഠിക്കുന്നത്, നിങ്ങളാ പഠിക്കുന്നത്? അമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, കാണാനില്ല. ദേഷ്യം വരുന്നെങ്കിൽ നന്നായി, പോയി നോക്ക്. ഇന്നലെ ഹോംവർക്ക് ചെയ്തിട്ട് എവിടെ വെച്ച്? അവിടെ പോയി നോക്ക്. അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് മറന്നു വിട്ടുണ്ടാവും. ഇല്ല അമ്മ, ചേച്ചി എടുത്തിട്ടുണ്ടാവുകയാണെങ്കിൽ ആ പെണ്ണിന്റെ നോട്ടിന്റെ പേജ് തീർന്നെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നിങ്ങളോട് പറയണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മയല്ലേ പറഞ്ഞു ഇപ്പൊ വാങ്ങിക്കാൻ കാശൊന്നും ഇല്ലാന്ന്. അപ്പൊ വേണമെങ്കിൽ അവൾ എന്തേലും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ആ കയ്യിൽ 2-3 പേജേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് കീറിക്കള്ള അവൾക്ക് ബുക്കാക്കാൻ പറ്റൂലേ? പറഞ്ഞത് ശരിയാ. നീ അവളിനെ ഓരോന്ന് കാണിക്കണേന് ചിലപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ മര്യാദക്ക് ആ പെണ്ണിനോട് എന്റെ ബുക്ക് തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അതിന് കൊല്ലും. പിന്നെ ഒന്ന് പോടി പെണ്ണെ അവിടുന്ന്. Next video. ഹായ് ഗൈസ്, ഇപ്പൊ സമയം ഒരു രാത്രി 8-8:30 ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനും ഇവനും കൂടെ ചായ കുടിക്കാം, ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് നമുക്കൊരു തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു വന്നതാണ്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം, ഞങ്ങളുടെ ചെറിയൊരു സമയം നിങ്ങളിലും എത്തിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണിത്. നിങ്ങളും വന്നോളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പേട്ടനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പപ്പേട്ടനാണ് ഞങ്ങൾക്ക് ചായയും കടികളെല്ലാം തരുന്നത്. പപ്പേട്ടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പപ്പേട്ട ഒന്നിങ്ങ് വന്നേ. ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കണം. പപ്പേട്ടനെ ഒന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. കണ്ടോ കൂട്ടുകാരെ,
ഇതാണ് ഞങ്ങളുടെ പപ്പേട്ടൻ. ഒരു ഹായ് പറയ് പപ്പേട്ടാ. ഹായ് മക്കളെ. ഈ മക്കൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എൻ്റെ ചായയും എൻ്റെ കടികളെല്ലാം ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പേട്ട ചായയും പിന്നെ പപ്പേട്ടന്റെ സ്പെഷ്യൽ ഇങ്ങ് പോരട്ടെ. അപ്പം നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം പപ്പേട്ടന്റെ സ്പെഷ്യൽ പോരുന്നത് വരെ. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ പപ്പേട്ടൻ നമുക്കുള്ള ഫുഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നൂഡിൽസ്. ഇത് പപ്പേട്ടന്റെ ഒരു സ്പെഷ്യൽ സൂപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇതറിയാലോ, നല്ല പൊരിച്ച കോഴി. പിന്നെ ഇത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള നല്ല അടിപൊളി കട്ടൻ ചായ. അളിയ എങ്ങനെയുണ്ട് ചിക്കന്റെ കാല്? വാവ്, പൊളിച്ചെൻ്റെ അളിയാ. അവന്റെ കാല് തീറ്റ കഴിയുകയും ചെയ്തു. അപ്പോൾ ഗാസ്, ഇനി ഒരു നല്ല ഫുഡിന്റെ വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരാം. ഇനി ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ. ബൈ. പിന്നെ ഒരു കാര്യം, ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും വേണം കേട്ടോ. ബൈ. നെക്സ്റ്റ് വീഡിയോ. മോളെ, ഇതാണ് ടീച്ചർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. അമ്മ, എന്തായാലും നന്നായി എല്ലാവരും പാടെടുത്ത ഈ തീരുമാനം. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ, ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സമ്മാനങ്ങൾ കൊടുക്കാം. അമ്മ, എനിക്ക് ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരണമെന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റില്ലല്ലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉള്ള ടീച്ചറുടെ സന്തോഷം? എങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ കയറി കണ്ടോളൂ. നെക്സ്റ്റ് വീഡിയോ. ഹലോ, എന്തായാലും എൻ്റെ പണിയൊക്കെ തീർന്നോ? ഞാൻ അങ്ങോട്ട് വരട്ടെ, നമുക്ക് പോവാം. വാ, എൻ്റെ പണിയൊക്കെ തീർന്നോ? എങ്കിൽ വാ, നമുക്ക് പോവാം. ഓക്കെ, ബാ. എടി, കുറച്ച് പതുക്കെ പോടി. ഇതിലും പതുക്കെ എങ്ങനെ പോവാ? നമുക്ക് നടന്നു പോകാന്നാ. നിന്റെ ഒരു കോമഡി. എടി, നമുക്ക് സിനിമ കാണാൻ പോയാലോ? ഓക്കെ. വാവ്, അടിപൊളി സിനിമ അല്ലേടി? അടിപൊളി സിനിമ. ഇന്റർവെൽ അല്ലേ, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ശരി, വേഗം വാങ്ങിച്ചിട്ട് വാ. ഇത് 2 എണ്ണം മതിയില്ലേ? ഫ്രഞ്ച് ഫ്രൈസും ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്, അത് മതിയില്ലേ? പിന്നെന്താ, ധാരാളം മതി. സിനിമ തുടങ്ങിയടി, സിനിമ നോക്ക്. അടിപൊളി. അപ്പൊ ശരി, ടാറ്റ, ഞങ്ങളുടെ സിനിമ കഴിഞ്ഞു. ബൈ, ഇനി നാളെ കാണാം. നെക്സ്റ്റ് വീഡിയോ. ഇന്ന് സ്കൂളിൽ പോയാൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹോംവർക്ക് ചെയ്തില്ല. അമ്മനെ കൊണ്ട് പനിയാണ് എന്ന് പറഞ്ഞിട്ട് പോവാതിരുന്നാലോ? അമ്മ വിളിച്ചോ? എണീക്കുന്നില്ലേ? സ്കൂളിലേക്ക് പോവാൻ സമയമായി. അമ്മ, എനിക്ക് പനിക്കുന്നത് പോലെ ഉണ്ട്, വയ്യ. അയ്യോ, എൻ്റെ മോൾക്ക് പനിക്കുന്നത് പോലെ ഉണ്ടെന്നോ? എവിടെ അമ്മ, നോക്കട്ടെ. നുണ പറയുന്നോ? നല്ല ഐസും കട്ട പോലെയുള്ള നിന്റെ ഈ ശരീരത്തെ എവിടെയാണ് പനി? എവിടെ ഒരു ചൂട് പോലും ഇല്ലല്ലോ. മര്യാദയ്ക്ക് വേഗം എണീച്ച് സ്കൂളിൽ പോയിക്കോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എനിക്ക്. അമ്മ പ്ലീസ്, ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. അമ്മ, എനിക്കിന്ന് സ്കൂളിലേക്ക് പോവണ്ട അമ്മ. നിന്നോട് ഞാൻ ഇന്നലെ എത്ര തവണ പറഞ്ഞു ഹോംവർക്ക് ചെയ്യാനേ? നീ മടി പിടിച്ചിരുന്നു. മര്യാദക്ക് പോയിക്കോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ചവിട്ട് കിട്ടും. അയ്യോ, ഞാൻ എന്ത് ചെയ്യൂ? സ്കൂളിൽ പോയ ടീച്ചറിൻ്റെ അടി കിട്ടുമല്ലോ. ഇനി വേറെ വഴിയില്ല. അമ്മ എന്നെ തല്ലിക്കൊല്ലോ. സ്കൂളിലേക്ക് പോയി ടീച്ചറിൻ്റെ ചെറിയ അടി വാങ്ങിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പൂക്ക ചവിട്ട് കിട്ടും എനിക്ക്. നെക്സ്റ്റ് വീഡിയോ. മോനെ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ തിരഞ്ഞെടുത്തോ? തിരഞ്ഞെടുത്തു. ക്രിസ്മസിന്റെ തലേദിവസം ഫ്രണ്ട്സുകൾക്കെല്ലാം ഗിഫ്റ്റ് കൈമാറണം അമ്മ. ആണോ മോനെ? പിന്നെ അമ്മ, ഗിഫ്റ്റ് വാങ്ങിക്കാൻ എനിക്ക് 50 രൂപ വേണം കേട്ടോ. അമ്മയുടെ മോനിക്ക് അമ്മ 100 രൂപ തരാം. ഹായ് അമ്മേ, സ്കൂളിലെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആണോ മോനെ? കൂട്ടുകാരെ, ക്രിസ്മസ് എല്ലാം ആവാനായില്ലേ? എന്താ നിങ്ങളുടെ വീട്ടിലെ പ്ലാൻ? ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. Thank you.